റീൽസിലുള്ള കാര്യമായി, മേയറിന് റീൽസ് നിറയുള്ള കാര്യമായി, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അല്ല. ഇത് ഗുണ്ടായിസോ, ഇത് ഗുജറാത്ത് മോഡൽ. ഇവ പറഞ്ഞാൽ കറക്റ്റാണ്, ഇത് ഗുജറാത്ത് മോഡൽ തന്നെ. ഞങ്ങൾ സഹകരിച്ചുകൊണ്ടാണ് ഈ താൽക്കാലിക ഷെഡിലോട്ട് ഞങ്ങൾ വീണ്ടും മാറിയത്. ഇതിന്റെ 3 ഇരട്ടി ഉണ്ടാകുന്ന മാർക്കറ്റിനാണ് ഞങ്ങൾക്ക് പല കച്ചവടക്കാർ റോട്ടിൽ പോയിരിക്കുന്നത്. പിച്ചക്കാരെ പോലെ റോട്ടിൽ പോയിരുന്നു കച്ചവടം ചെയ്യണം. ഇതെല്ലാം കോർപ്പറേഷൻ ത്രിപുര സ്മാർട്ട് സിറ്റി. കച്ചവടക്കാർക്ക് ഒരു പങ്കുമില്ല. BV രാജ് പറഞ്ഞതിന് മുമ്പ് കെട്ടിയതല്ലേ. BV രാജ് പറയണം അനധികൃതമായിട്ട് കച്ചവടക്കാർ കെട്ടിയത് ഞാൻ ഇങ്ങനെ സമ്മതിക്കും. 1/2 ഇഞ്ച് ഓട, ആ 1/2 ഇഞ്ച് ഓട പൊളിക്കണമെന്നുണ്ടെങ്കിൽ ആ കടക്കാരുടെ എല്ലാ കടകളും പൊളിക്കണം. തിരുവനന്തപുരത്തെ മേയറിന് ആ കടകൾ പൊളിക്കാൻ ധൈര്യമുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, തിരുവനന്തപുരത്തിന്റെ മേയറിന് ആ ചാല മാർക്കറ്റിനകത്തുള്ള ആ കടകൾ പൊളിക്കാൻ ധൈര്യമുണ്ടോ? നമസ്കാരം. തിരുവനന്തപുരം നഗരസഭാ പരിധിക്കുള്ളിലെ പാളയം മാർക്കറ്റിലുള്ള അനധികൃത നിർമ്മാണങ്ങളെല്ലാം തന്നെ നഗരസഭാ ഉദ്യോഗസ്ഥർ നിലവിലിപ്പോൾ പൊളിച്ച് നീക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന ഈ ബിൽഡിംഗ്, അതായത് പാളയം മാർക്കറ്റിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് 100 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു ബിൽഡിംഗ് ആണ് ഇത്. സ്മാർട്ട് സിറ്റിയുടെ ഉൾപ്പെടെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ബിൽഡിംഗ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആര്യ രാജേന്ദ്രൻ മേയർ ആയിരിക്കുന്ന സമയത്താണ് ഈ ഒരു ബിൽഡിംഗ് പണിതത്. 100 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് കച്ചവടക്കാരുടെ കച്ചവടം സുഗമമാക്കാനും അവരെ സുരക്ഷിതമായി പാർപ്പിക്കാനുമാണ് ഇത്തരത്തിലൊരു ബിൽഡിംഗ് കെട്ടിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വരി മുഴുവനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി 100 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച ഈ ബിൽഡിംഗ് ആണ്. എന്നാൽ ഈ ബിൽഡിങ്ങിന് ഉള്ളിൽ കച്ചവടം നടത്താൻ സാധിക്കാത്ത സാഹചര്യമാണ് എന്നാണ് ഇവിടുത്തെ കച്ചവടക്കാർ നമ്മളോട് വ്യക്തമാക്കുന്നത്. അതായത് ഒരു എയർ കണ്ടീഷൻ പോലും ഇല്ലാത്ത സാഹചര്യം, കച്ചവടം നടത്താൻ പോലും മതിയായ സ്ഥലമില്ല എന്നാണ് ഇവിടുത്തെ കച്ചവടക്കാർ വലിയ രീതിയിൽ ആരോപിക്കുന്നത്. എന്തായാലും അനധികൃത നിർമ്മാണം ഒരു വശത്ത് മേയറും സംഘവും പൊളിച്ചെടുക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധവും കച്ചവടക്കാരിൽ നിന്നും ഉയർന്നു വരുന്നത്. ഈ അനധികൃത നിർമ്മാണം ഇവിടെ വരാനുള്ള കാരണമായി നിലവിൽ ഇവിടുത്തെ തൊഴിലാളികളും മറ്റു കച്ചവടക്കാരും നമ്മളോട് വ്യക്തമാക്കുന്നത്, ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി ഈ 100 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച ഈ കെട്ടിടത്തിനുള്ളിൽ തങ്ങൾക്ക് കച്ചവടം നടത്താൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉള്ളത്. ഇവിടെ കച്ചവടം ലഭിക്കുന്നില്ല, ആവശ്യമായ സൗകര്യങ്ങളില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പുറത്ത് ഇവർ ഈ ഒരു തകര ഷീറ്റും മറ്റും ഉപയോഗിച്ച് കച്ചവട സ്ഥാപനങ്ങൾ സ്ഥാപിച്ചത് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഒരു വശത്ത് നേരത്തെ പറഞ്ഞതുപോലെ അനധികൃത നിർമ്മാണം ഇവിടെ അനുവദിക്കില്ല, തിരുവനന്തപുരം നഗരസഭയിൽ അനുവദിക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ് മേയർക്കും നഗരസഭാ ഉദ്യോഗസ്ഥരും സ്വീകരിക്കുന്ന നിലപാട്. ഈ പൊളിച്ചെടുക്കുന്ന ഈ ഒരു അനധികൃത നിർമ്മാണം പൊളിക്കുന്ന ഈ ഒരു സമയത്ത് മറുവശത്ത് ഇവിടുത്തെ കച്ചവടക്കാരുടെ പ്രതിഷേധവും ഉയർന്നു വരികയാണ്. നമുക്ക് മത്സ്യത്തൊഴിലാളിയുടെ കാര്യങ്ങളൊന്നും ഫ്രണ്ടി നിൽക്കാം. അവര് വരട്ടെ, അവര് വരട്ടെ, അവര് ബാക്കിയത് കിഴങ്ങ് വെച്ച് നിൽക്കുകയല്ലേ. മേയറിന് റീൽസിലുള്ള കാര്യമായി, മേയറിന് റീൽസ് നിറയുള്ള കാര്യമായി, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അല്ല. പാവപ്പെട്ടവന്റെ നെഞ്ചിൽ കുടികളാ. എന്നറിയോ, ഇവനൊക്കെ നാളെ പോയി എവിടെ പോയി ജീവിക്കും? ഇവരൊക്കെ എവിടെ പോയി എന്ത് ചെയ്യും? ആര് സമാനം പറയും? അവന്റെ വീട്ടിൽ നരച്ചോ ജീവിക്കാൻ നിവർത്തിയില്ല വരുമ്പോൾ അവന്റെ സ്കൂളിലെ കുട്ടിക്ക് ഫീസ് അടയ്ക്കണം, ഒരു പാലിന് വില കൂടി, പെട്രോളിന് വില കൂടി, ഗ്യാസിന് വില കൂടി. ഇതൊക്കെ ആര് സമാനം പറയും? ജീവിക്കാൻ വേണ്ടിയാണ്. വഴിയോര കച്ചവടത്തിൽ എല്ലാം നടക്കും. വഴിയോര കച്ചവടം കയറിക്കൊണ്ടിരിക്കണം. പാളയം മാർക്കറ്റിൽ ഞങ്ങൾ മത്സ്യത്തൊഴിലാളി ഒരു മാസം കൊണ്ട് 16,000 രൂപ വേതന ഉണ്ട്, മനസ്സിലുണ്ട്. 16,000 രൂപയാണ് കടക്കാശ് കടവാട എല്ലാം കൂടെ ചേർത്ത് ഞങ്ങൾ കൊടുക്കുന്നത്. 16,000 രൂപയാണ് ഞങ്ങൾക്ക് പുറത്തൊരു കടയെടുത്ത് സുഖമായിട്ട് കച്ചവടം ചെയ്യാം. പോകാത്തതിന് കാരണം തലമുറയായിട്ട് ഞങ്ങൾ ഇവിടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം. രാജാവിന്റെ കാലത്ത് രാജാവ് പാളയം പള്ളിയാണ്. ഞങ്ങളുടെ നടക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പം അവിടെ തുടങ്ങിയതാണിത്.
ഈ മാർക്കറ്റ് നോക്കിയിട്ട് ഇപ്പൊ ആ മത്സ്യ കച്ചവടം, ഇത് മത്സ്യ കച്ചവടത്തിന് വേണ്ടി തിരുവനന്തപുരത്തിന്റെ ആദ്യത്തെ മാർക്കറ്റാണ്. മത്സ്യ കച്ചവടത്തിന് വേണ്ടി കൊടുത്തത് 200 കച്ചവടക്കാരുണ്ടായിരുന്നു ഇതിനകത്ത്. ഇപ്പൊ ആരുണ്ട്? 300 ഇപ്പൊ ആരുണ്ട് ഇതിനകത്ത്? 120 സ്ക്വയർ 200 സ്ക്വയർ ഫീറ്റിനകത്ത് ഈ കടയ്ക്കകത്ത് ആര് കയറും? എയർ സർക്കുലേഷൻ ഇല്ല. അപ്പൊ ഈ അധികാരികൾ ഇതൊക്കെ ചെയ്ത് അറിഞ്ഞിട്ടല്ലേ ഇത് ചെയ്തത്? അപ്പൊ ഞങ്ങൾ അടിച്ചോടിക്കാം. ഇത് ഗുണ്ടായിസോ? ഇത് തന്നെ ഇത് ഗുജറാത്ത് മോഡൽ. ഇവൻ പറഞ്ഞാൽ കറക്റ്റ് ആണ്. ഇത് ഗുജറാത്ത് മോഡൽ തന്നെ. ഒരു കാര്യം നടപ്പിലാക്കാൻ പറ്റുമോ? ഞങ്ങളുടെ ഈ കടക്കാർ നാളെ എവിടെ പോകും? അപ്പൊ അവൻ എന്തൊരു ഇതുണ്ട്? നഗരപിതാവാണ്. പിതാവ് ഇത് അറിയാം. ഇയാൾക്ക് എന്തിന് ഈ സാധനത്തിലേക്ക് ഈ സാധനത്തിലേക്ക് വീഡിയോ എടുത്തോ? ഇതൊക്കെ പൊളിച്ചു മാറ്റി വീഡിയോ എടുത്തോ? ഈ സാധനം കൊണ്ട് കളയാൻ പറ്റിയാണ്. പെട്ടെന്ന് ഒന്ന് പൊളിച്ചു മാറ്റിയില്ല. ഒരു പേപ്പർ കൊടുത്തോ അയാൾക്ക്? പേപ്പർ കൊടുത്ത് ജോലിയുണ്ട്. അയാൾക്ക് എത്ര രൂപ നഷ്ടവും ആലോചിക്കണം. ഇന്നത്തെ മോദികളെയും ഗ്യാസിന്റെ വില കൂട്ടി. പാലിന്റെ വില കൂടി, പാലിന് കൂടിയില്ലേ? പെട്രോളിന് കൂടി, ഗ്യാസിന് കൂടി. സിൽവർ ലൈന് സതീശന് സ്റ്റോപ്പ് ചെയ്യാം, മിൽമയ്ക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സതീശന് ബുദ്ധിമുട്ട്. സ്മാർട്ട് സിറ്റി, ത്രിഡ, കോർപ്പറേഷൻ ഈ 3 സംയുക്തമായിട്ട് മേളിൽ 1500 കോടിയുടെ പ്രോജക്റ്റ് ഞങ്ങളോട് പറഞ്ഞത് കേന്ദ്രം, സംസ്ഥാനം, കോർപ്പറേഷൻ 500 വീതം 1500 കോടിയുടെ പ്രോജക്റ്റാണ് നടക്കുന്നത്. നിങ്ങൾ സഹകരിക്കണമെന്ന് പറഞ്ഞിട്ട് വലിയൊരു മീൻ മാർക്കറ്റ് താൽക്കാലം താഴോട്ട് മാറ്റി. ഞങ്ങളെ കെട്ടിത്തന്നില്ല. ഇപ്പോൾ ഈ സ്മാർട്ട് സിറ്റിയുടെ നമ്മുടെ നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഞങ്ങൾ സഹകരിച്ചുകൊണ്ടാണ് ഈ താൽക്കാലിക ഷെഡിലോട്ട് ഞങ്ങൾ വീണ്ടും മാറിയത്. ഇതിൻ്റെ 3 ഇരട്ടി ഉണ്ടാകുന്ന മാർക്കറ്റിനാണ് ഞങ്ങൾക്ക് പല കച്ചവടക്കാർ റോട്ടിൽ പോയിരിക്കുന്നത്. പിച്ചക്കാരെ പോലെ റോട്ടിൽ പോയിരുന്ന കച്ചവടം ചെയ്യണം. മനസ്സിലായിക്കൊള്ളണം. ഈ ഒരു കടക്കാരന് വാടക 2000-ന് താഴെ. ഒരു മത്സ്യത്തൊഴിലാളി ഒരു മാസം കൊടുക്കുന്ന 12,000-15,000 രൂപ കുറഞ്ഞത് കടക്കാശ് തട്ട് ഇനത്തിൽ. പക്ഷെ ഞങ്ങൾക്ക് വിലയില്ല. ഇതെല്ലാം കോർപ്പറേഷൻ, ത്രിഡ, സ്മാർട്ട് സിറ്റി. കച്ചവടക്കാർക്ക് ഒരു പങ്കുമില്ല. ഇത് പുനരധിവസിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവർ ചെയ്തു കൊടുത്താണ്. ഇതിന്റെ ഇവിടെ നിന്ന് അവരൊക്കെ ഔട്ടാവുമെന്ന് ആരും വിചാരിച്ചിട്ടില്ല. പക്ഷെ മേയറിന്റെ പ്രഖ്യാപനം അനധികൃതമായ കെട്ട് അത് പ്രതിഷേധകരമാണ്. ഇതെല്ലാം ഉത്തരവാദിത്തം. ഇതിന്റെ എല്ലാത്തിന്റെയും മുനിസിപ്പൽ കോർപ്പറേഷന്റെ അവിടെ ഷെഡിനകത്ത് ഞങ്ങൾ കൂടിയിട്ടുണ്ട്. മേളിൽ പാളയരാജന്റെ കീഴിൽ സ്റ്റാർട്ടിങ്ങിൽ. കാരണം ഈ മാർക്കറ്റിന്റെ അടിഭാഗത്ത് എല്ലാവർക്കും മത്സ്യം, മലക്കറി, പച്ചക്കറി, ഇറച്ചി, മലക്കറി 3 പേർക്ക് ചേർന്നാണ് ഈ അടിഭാഗം തരാമെന്ന് പറഞ്ഞത്. പിന്നെ എന്തോ അത് ത്രിട കൈയേറി അവസാനം മീൻ കച്ചവടമൊക്കെ സ്ഥലമില്ല. പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ സ്മാർട്ട് സിറ്റി വർക്ക് നടക്കണം, വികസനം നമ്മുടെ നഗരത്തിലുണ്ടാകണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ചെറിയ കുഴിക്കുണ്ടിൽ ഞങ്ങൾ കയറിയത്. ഞങ്ങൾ സഹിക്കുന്നത് സഹിച്ചു. പക്ഷെ ഞങ്ങളെ ചവിട്ടുന്നതിനും ഒരു പരിധിയുണ്ട്. വി വി രാജേഷ് പറഞ്ഞതിന് മുമ്പ് കെട്ടിയതല്ലേ? വി വി രാജേഷ് പറയണം അനധികൃതമായിട്ട് കച്ചവടക്കാർ കെട്ടിയത് ഞാൻ ഇങ്ങനെ സമ്മതിക്കും. കെട്ടിയ ഓക്കെ, നിങ്ങളൊരു വീട് അനധികൃതമായി കെട്ടിയ ഓക്കെ, നിങ്ങൾ കെട്ടി തന്നത് കോർപ്പറേഷൻ സർക്കാർ. എന്നിട്ട് നിങ്ങളതൊന്നും അനധികൃതം കെട്ടിയത് നിങ്ങൾ സമ്മതിക്കുമോ? എന്തടിസ്ഥാനമാണ് മൂല്യമുള്ളതിൽ? കള്ളത്തരം പറയരുത്. കച്ചവടക്കാർ കെട്ടിയെന്ന് പറയണം. ഇപ്പം അവർക്ക് അധികാരമുണ്ട്. പോലീസിനെ വിളിച്ചാൽ പോലീസ് വരും, കോർപ്പറേഷൻ്റെ ടീമിനെ വിളിച്ചാൽ കോർപ്പറേഷൻ ടീം വരും. അവർക്ക് അതുകൊണ്ട് എന്ത് ഗുണ്ടായുസം കാണിക്കാം. ആ ഒരു ഗുണ്ടാരാജ്യം തന്നെ നടക്കുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് മനസ്സാക്ഷിയുള്ള ഒരു ഭരണസമിതി ആണെങ്കിൽ, അധികാരികളാണെങ്കിൽ അവരോട് പറഞ്ഞ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുക ഒന്ന്. അല്ലെങ്കിൽ അവർ വന്ന അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട സൊല്യൂഷൻ കണ്ടെത്താം. മനസ്സിലായില്ലേ? ഇവരാരും പുറംപോയി കിടന്നവരല്ല. മേളിൽ കടയും കൊടുത്തിട്ട് ജീവിക്കാൻ പറ്റാതെ എല്ലാം ചേർന്ന് താഴെ കെട്ടിക്കൊടുത്തതാണ്. ഒരു ദിവസം ഒന്ന് പോയി അവിടെ കച്ചവടം ഇല്ലാത്തതുകൊണ്ട്, സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ മാറ്റി. ഒരു വീട്ടിലെ ബാത്റൂം എന്ന് പറയുമ്പം ഒരു 4x3 സ്ക്വയർ ഫീറ്റ് അത് നോക്കിയാണ് അതിന്റെ കട നോക്കിയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്നാമത് കയറി നോക്കിയാൽ ഒരു 150-200 സ്ക്വയർ ഫീറ്റ് അതിനകത്തുണ്ട്. ഒരു എയർ പോലും അതിനകത്ത്, ഒരു എയർ പോലും പോകില്ല. ഇപ്പൊ ആരെങ്കിലും അതിന്റെ നോക്കിയാണ് ഉള്ള കച്ചവടക്കാരാണ് ഇവിടെ താഴെ വന്ന്. അതാണ്, ആളില്ല. ചിലർക്ക് മുകളിലാണ് കൊടുത്താ. നിങ്ങൾ ജസ്റ്റ് എന്നാ കച്ചവടം. ഇപ്പൊ ഇന്നെന്താ ഇവിടെ പ്രവർത്തി ദിവസമല്ലേ? ഇവിടെ ഇന്ന് പ്രവർത്തിക്കുന്നില്ലേ? മുകളിൽ കടയില്ല. ഇവിടെ പ്രവർത്തിക്കുന്നില്ല. ഈ ഒരു കട മാത്രം തന്നെ പ്രവർത്തിച്ചോണ്ടിരുന്നത്. ഇപ്പൊ അവരുടെ അടുത്ത് മാറാൻ വേണ്ടി പറഞ്ഞു. അവർക്ക് വേറെ നിവർത്തില്ല. അവർ മാറിയേ തന്നെ പറ്റുള്ളൂ. ചായത്തട്ടിനെ വെച്ചിരിക്കണോ? ഈ ചായത്തട്ടിന്റെ ആളാണ് അവിടെ ഇരുന്നത്. ഇവർക്ക് കട 3ാമത്തെ നിലയിലാണ്. ആദ്യം പഴയ മാർക്കറ്റിലെ വലിയ 2 കട ഉണ്ട്. ഒരു 80-50% പോലും കച്ചവടം ഇതിനകത്ത് ഇപ്പൊ നടക്കില്ല. അവിടെ നടന്നതിന്റെ ഒരു 50% പോലും. വെറുതെ കെട്ടിയിരിക്കുക. തിരുവനന്തപുരത്തിലെ ആദ്യത്തെ മാർക്കറ്റാണ് ഈ പാളയം മാർക്കറ്റ്.
ഇവിടെ കടക്കാശ് പിരിച്ചിരുന്നത് നമ്മുടെ പാളയം പള്ളിക്കാരാണ്. പാളയം പള്ളിയാണ് ആദ്യം ഇവിടെ കടക്കാശ് പിരിച്ചത്. പാളയം പള്ളിക്കാർ പിരിച്ചിരുന്ന കടക്കാശ് കാലക്രമേണ പിരിക്കാൻ ആളില്ലാതെ വന്നപ്പം അത് കാലക്രമേണ പിരിക്കാൻ ആളില്ലാതെ വന്നതിന് ശേഷമാണ് കോർപ്പറേഷൻ ഏറ്റത്. അതിനുശേഷമാണ് ഇവിടെ നടക്കുന്ന അഴിമതി ആക്രമണം. ഒരു മാർക്കറ്റിൽ പോലും ഈ പാളയം മാർക്കറ്റിനെ പോലെ ഒരു മാർക്കറ്റിൽ പോലും ഇതുപോലെ അഴിമതി നടക്കില്ല. ചാല മാർക്കറ്റിൽ പോയി ഇതുപോലെ കളിക്കാൻ അവർക്ക് പറ്റില്ല. ചാല മാർക്കറ്റ് ഇന്ന് വെള്ളപ്പൊക്കം നടക്കുന്നു ഇവിടെ. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? നമ്മുടെ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം നടക്കുന്നത് അവിടെ. എന്തുകൊണ്ടാണ് വെള്ളപ്പൊക്കം? ചാല മാർക്കറ്റിനകത്ത് നമ്മൾ മെയിൻ എൻട്രൻസ്, അതായത് ശ്രീ പത്മനാഭ തിയേറ്ററിൻ്റെയും ചാലയ്ക്കകത്ത് കിള്ളിപ്പാലം പോണതിൻ്റെ ഇടയിലുള്ള റോഡ് എല്ലാ കടക്കാരെയും ഇല്ലീഗലായിട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. 1/2 ഇഞ്ചാണ് ഓട 1/2 ഇഞ്ച് ഓട. ആ 1/2 ഇഞ്ച് ഓട പൊളിക്കണമെന്നുണ്ടെങ്കിൽ ആ കടക്കാരുടെ എല്ലാ കടകളും പൊളിക്കണം. തിരുവനന്തപുരത്തെ മേയറിന് ആ കടകൾ പൊളിക്കാൻ ധൈര്യമുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, തിരുവനന്തപുരത്തിന്റെ മേയറിന് ആ ചാല മാർക്കറ്റിനകത്തുള്ള ആ കടകൾ പൊളിക്കാൻ ധൈര്യമുണ്ടോ? കാണിക്കില്ല. അവിടെ പോയി ധൈര്യം കാണിക്കാൻ പറ്റില്ല. ഈ പാളയം മാർക്കറ്റിൽ എന്ത് അഴിമതിയും കാണിക്കാം. ഇവിടെ എടുത്തു പറയേണ്ടത് മുൻ നഗരസഭ ഭരിച്ചവർ, അതായത് ആര്യ രാജേന്ദ്രൻ ഭരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ 100 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈയൊരു ബിൽഡിംഗ് ഇവിടെ കെട്ടിപ്പൊക്കുന്നത്. എന്നാൽ ആ കെട്ടിടത്തിനുള്ളിൽ കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നാണ് നിലവിൽ പാളയം മാർക്കറ്റിലുള്ള കച്ചവടക്കാർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഇവരുടെ കച്ചവടം പുറത്തേക്ക് മാറ്റിയത് എന്നാണ് അവർ നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്തായാലും 100 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ കെട്ടിടം കെട്ടിപ്പൊക്കുന്നത്. അവിടെ കച്ചവടം നടത്താൻ സാധിക്കാത്ത സാഹചര്യമാണ്. നമ്മുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കച്ചവടക്കാർ നിലവിൽ ആരോപിക്കുന്നത്. അവർക്ക് സുരക്ഷിതമായൊരു ഇടം വേണം, അതായത് കച്ചവടം നടത്തുവാനുള്ള സുരക്ഷിതമായ ഇടം വേണം എന്നുള്ള ആവശ്യമാണ് കച്ചവടക്കാർ മേയറോടും നിലവിലിപ്പോൾ ഉന്നയിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.